ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ജുമാ മുബാറക്ക് പള്ളിയൊക്കെ പോയി വന്നതാണ്. അപ്പോൾ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിൽ കാണുന്ന കോറി ഉണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും അത് ക്ലീൻ ആക്കണം. പിന്നെ ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എന്താണ് ഗ്ലാസ്സുമ്മലൊക്കെ കാരണം പിന്നെ ഇതിൻ്റെ നമ്മളെ വെളിച്ചത്തിന് നേലോണ്ട് ഒന്നും കറക്റ്റ് മനസ്സിലാവില്ല. ഫുള്ള് ഇവിടേക്ക് ഒരു പൊടി പിടിച്ച പോലെ പൂപ്പര പിടിച്ച പോലെ കാണില്ലേ, ഒക്കെ ഒന്ന് വൃത്തിയായി. മീനിപ്പോൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൈപ്പത്തിൻ്റെ ഒക്കെ നീളം വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ മീനെ കൊടുന്നതായിരുന്നു, അതുകൊണ്ടോ ഈ മീൻ എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളെ വാളയാണ്. അപ്പോൾ ഇതാർക്കും വളർത്താൻ പറ്റിയൊരു മീനാണ്. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് നമ്മൾ ചാകൊന്നുമില്ല. നമുക്ക് മറ്റേ ഇംഗ്ലീഷ് മീനെ പോലെ ഒന്നുമില്ല. ഇംഗ്ലീഷ് മീനെ ആദ്യം വളർത്തിയിരുന്നു, അപ്പോൾ പെട്ടെന്ന് ചത്തുപോയി. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ ഒക്കെയാണല്ലോ പൂപ്പല പിടിച്ച് നന്നായിട്ട്. അതൊക്കെ പുറത്തല്ല, ഉള്ളിലാണ്. പുറത്ത് ഞാൻ പിന്നെ ഇടയ്ക്ക് തുടക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മേലെ അതാ രണ്ട് ചെടിയൊക്കെ നല്ല ഡിസൈനിൽ ഇത് പ്ലാസ്റ്റിക് ആട്ടോ, ഇത് ഒറിജിനൽ അല്ല. നമ്മുടെ നാട്ടിലെ ഇവിടെ ഒന്നുമില്ല, മതിലുമല കണ്ടില്ല, അതുപോലത്തെ ഒരു പുല്ല് കണ്ടിട്ടില്ല, അതേ ഒരു രൂപത്തിൽ പ്ലാസ്റ്റിക്. ഇത് നമ്മളെ ചെറിയ പണ്ടൊക്കെ നമ്മൾ കിണ്ടി എന്ന് പറയും. വേണ്ട ചെറുതാണ്. ഇതാണിപ്പോൾ അക്വത്തിനുള്ളിലെ അവസ്ഥ. ഇതായിട്ട് നമ്മളെ മീന് തീറ്റ ഉണ്ടോ വെച്ചിട്ട് മേലേക്ക് വരികയാണെന്ന് നമ്മൾ വേരിൻ്റെ അവിടേക്ക് വരുന്നുണ്ട്. കണ്ടോ നമ്മൾ ഇണങ്ങിയിരിക്കണേ. പിന്നെ ഫിൽറ്റർ കടഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരിയാക്കാണ്ട് സാധനം വർക്കിംഗ് ആണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ചാടി ആകെ എളുപ്പമാക്കി ഷർട്ടുമ്മലൊക്കെ ഇതാ ഉസറ് കൂടിയിരിക്കണേ. എന്താ ചെയ്യാ? ഇപ്പം അതെ വെള്ളം അങ്ങോട്ട് കണ്ട് കലക്കിയുണ്ട് വിട്ട്, നല്ല കച്ചറൊക്കെ ഉണ്ട്. ഒക്കെ ഇപ്പം ഞാൻ ശരിയാക്കും. ഇത് എളുപ്പം ക്ലീൻ ആക്കുന്ന പരിപാടി ഉണ്ട്. ഫിൽറ്ററാണ് ഇതിൻ്റെ മെയിന് ക്ലീൻ ചെയ്യേണ്ടത്. ഫിൽറ്റർ ക്ലീൻ ചെയ്താൽ തന്നെ എല്ലാം ശരിയാവും. പിന്നെ എന്തായാലും ആദ്യം ഫിൽറ്റർ ഇടാക്കട്ടെ. ബക്കറ്റും വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നന്നാക്കില്ല, ഫിൽറ്ററിൻ്റെ ഞാൻ പുറത്തുനിന്ന് കൊണ്ട് നന്നാക്കുള്ളൂ. കപ്പ് എന്തിനാന്ന് വെച്ചാൽ ഫിൽറ്റർ എടുക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് കച്ചറ ഇനി നമ്മുടെ നിലത്ത് കൊയ്യണ്ട. ഇതിൻ്റെ ഫുള്ളായി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ താഴെ ഇത് മാത്രം സെപ്പറേറ്റ് ഉണ്ട് ഊരിയെടുക്കുക. ഫാനും ഇത് നമ്മൾ ആവശ്യമില്ല. ഇതിനാണ് കച്ചറ കംപ്ലീറ്റ് ഉണ്ടാവല്. ഫുള്ളടഞ്ഞേക്കണം. ഇത് ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി നേരെ കൊണ്ടുപോയിട്ട് ആദ്യം ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓരോ നോക്കാണോ? ഇതണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കച്ചറ അടഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുള്ള് അടഞ്ഞേക്കണേ. എന്നിട്ട് സാധനം വർക്ക് ചെയ്യണ്ട്. കപ്പ ശരിയാക്കും.
വെള്ള കച്ചറ പോയിട്ടാ എന്താ അതേപോലെ എന്താ ഈ സാധനം എങ്ങനെയുണ്ട് അതല്ല ഇപ്പോൾ അതേപോലെ വൃത്തിയാക്കാണ്ട് നേരെ ചെയ്യുന്നത് എന്താ വെള്ളത്തിൽ കൂട്ടി കൊടുക്കുക. ഇപ്പോൾ നല്ല വൃത്തിയായപ്പോൾ അപ്പത്തേക്കാണ് സാധനം. ഇനി അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒക്കെ ശരിയാക്കണം. നേരെ നമ്മളെ റൂമിൽ തന്നെ പോവുക. അടുത്തത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് ഉണ്ടല്ലോ, അപ്പം ഇനി വേറെ സ്പോഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതന്നെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കുക. പിന്നെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ പൊടിച്ച അച്ചൊക്കെ ഇതൊക്കെ ഒന്ന് വരുത്തി കളഞ്ഞാൽ നല്ല വൃത്തിയാവും. മീനെ ഞാൻ എടുക്കണമെന്നില്ല കേട്ടോ, അങ്ങനെ കിടക്കട്ടെ. മീനുകൾ പിന്നെ കയ്യൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടിയാ വെള്ളം തൊത്തിക്കാൻ ചാൻസ് ഉണ്ട്. പേടിച്ചിട്ട് അത് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല പേടി അവരെ പൊടിക്കാൻ വരാനുള്ള ഇതുണ്ടാവും. ഇപ്പം ചാടുന്ന കാണാം നിങ്ങൾക്ക്. ഗ്ലാസ് ഇപ്പം തന്നെ ക്ലിയറായി ഉണ്ടോ. ഉള്ളത്തെ വെള്ളം പിന്നെ നമ്മളതുണ്ട് ഫിൽറ്ററിന് ഓണാക്കി കൊടുത്താൽ ശരിയാവും, ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. ഇതിൽ ഈ കച്ചറ കണക്ക് അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെതാണ്, അവർ തിന്നിൻ്റെ ബാലൻസ് അവിടെ ഉണ്ടാവും. പിന്നെ വെള്ളം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കണേ കുട്ടികൾക്കും പറ്റണില്ല. വെള്ളം മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ ക്ഷീണിക്കുന്നുണ്ട്. കണ്ടിന്യൂായിട്ട് വെള്ളത്തിന് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലേനോ. വെള്ളം തന്നെ പാകെ കലങ്ങി കേളൊക്കെ പോയോ. എന്താണ് അതിൻ്റെ അവസ്ഥ? എന്താല്ല മീനിപ്പോൾ തന്നെ കറക്റ്റിന് കാണുന്നുണ്ടല്ലേ. നല്ല കച്ചറ ഉണ്ട്. ഒന്ന് റെഡിയാക്കെ ഉണ്ട്. വെള്ളം കലക്കിയപ്പോൾ എനിക്കിത് മറിഞ്ഞ് കളിക്കണൊക്കെ ഉണ്ട്. ഏതൊന്ന് ഫിൽറ്റർ ഓൺ ആക്കട്ടെ. നല്ല കലങ്ങിക്കോ. അപ്പോൾ സൈഡൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ നല്ല ഫുള്ളായിട്ട് കലങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിങ്ങനെ 1.5 മണിക്കൂർ ഇങ്ങനെ ഫിൽറ്റർ കറങ്ങുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് എല്ലാം ക്ലീൻ ആവും. നമ്മളെ മീനൊക്കെ പടക്കണുണ്ട്. എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, ഒഴിച്ചു നോക്കട്ടെ. വെള്ളം കുറഞ്ഞിട്ടുണ്ട്.
എനിക്ക് മീനൊക്കെ വളർത്തുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. പണ്ടേനും ഏത് മീൻ കൊയിൽ പോയി ചാടിയിട്ടുണ്ട്. കച്ചറ അതിമക്ക് വരണേ കാണുന്നതാ. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. ഫുള്ള് വലിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഉള്ളിലേക്ക്. ഉണ്ടോ ഉള്ളിലൊക്കെ പോണ. എന്തായാലും അതിനോടൊപ്പം ഞാൻ വെള്ളം തന്നെ ഫുള്ള് വരെ ഇളക്കണം നല്ലതാണ്. കാരണം കംപ്ലീറ്റ് ഇളകി കഴിഞ്ഞാൽ ഫുൾ എല്ലാ കച്ചറ അതിമക്ക് തന്നെ ചെന്ന് അടയും. പിന്നെ ഒന്നും കൂടെ എടുത്തുകൊണ്ടാണ് ക്ലീൻ ആക്കിയാൽ മതി. അപ്പം ശരിയാവും. അങ്ങനെ വെള്ളം ക്ലീൻ ആയപ്പോഴേ ഉഷാറായില്ല. വളരെ എളുപ്പത്തിലുള്ള പരിപാടിയാണ് വെള്ളം ക്ലീൻ ആക്കാൻ. വേണ്ട മീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഒരാൾ പിന്നെ അധികം വലിപ്പം വെച്ചിട്ടില്ല. കാരണം അതിന് എന്തായാലും തീറ്റിൻ്റെ കുറവായിരിക്കും. എല്ലാം ഒന്നുമില്ല, രണ്ടും ഒപ്പം കൊടുക്കുന്നതാണ്. ഇത് ഉഷാറായിട്ടുണ്ട്. ഇതുണ്ടത് ഇത് കണ്ടോ പക്ക ക്ലീനായിപ്പോൾ വെള്ളം. ഒരു വേസ്റ്റ് പോയപ്പോൾ ഇതില്ലോ നല്ല തെളിയ വെള്ളം. മീനൊക്കെ എന്താ ക്ലിയർ കാണാൻ തന്നെ. ഇത്രയുള്ള പണി സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇതേപോലെ വെള്ളം ക്ലീനാക്കണമെങ്കിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഓക്കെ, വെള്ളം പുറത്തേക്ക് ഒഴിക്കേണ്ട പരിപാടിയൊന്നുമില്ല. ഫിൽറ്റർ അതിൽ ഉണ്ടാവണമെന്നുള്ളൂ. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക.